ഇവിടെ പ്രേക്ഷകരെ അങ്ങനെ പുന്നമടയുടെ ആവേശം അതൊട്ടും കുറയുന്നില്ല. അവിടെ നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം. എന്തായാലും വള്ളംകളിയുടെ ആവേശം അതെങ്ങനെയാണ് അവിടുത്തുകാർ അത് ഉൾക്കൊള്ളുന്നത് എന്നുള്ളത്. അവിടെ ഓരോരുത്തരും ഇപ്പോഴും ചെറിയ റബ്ബർ ബോട്ടുകളിലും ചെറിയ ഇത്തരത്തിലുള്ള ടയറിൻ്റെ ഒക്കെയായി അതാ ആ വെള്ളത്തിലേക്ക് കിടപ്പുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും വീണ്ടും നമ്മുടെ റിപ്പോർട്ടർമാരിലേക്ക് പോവുകയാണ്. ഏറ്റവും ആവേശകരമായ ഫൈനൽ മത്സരത്തിലേക്ക് കടക്കുമ്പോൾ ഓരോ ചുണ്ടൻ വള്ളങ്ങളുടെയും നിലവിലത്തെ സമയം നമുക്കൊന്ന് നോക്കാം. ഫൈനലിലെത്തിയിരിക്കുന്ന ഒന്നാമത്തെ ചുണ്ടനായിട്ടുള്ള മേൽപ്പാടം 4.15, അതായത് 4 മിനിറ്റും 15 സെക്കൻഡും. നടുഭാഗം ചുണ്ടൻ 4 മിനിറ്റും 16 സെക്കൻഡും. വിയപുരം ചുണ്ടൻ 4 മിനിറ്റും 20 സെക്കൻഡും. അരോമ 4 മിനിറ്റും 26 സെക്കൻഡും. അങ്ങനെ 22 വള്ളങ്ങൾ നിന്ന്, ചുണ്ടൻ വള്ളങ്ങൾ നിന്ന് കരുത്തന്മാരായ 4 വള്ളങ്ങൾ. ഇനി പഴയ കണക്കുകളും പാരമ്പര്യങ്ങളും നേടിയിട്ടുള്ള കപ്പുകളുടെ എണ്ണവും ഒന്നും പ്രസക്തമല്ല. അവിടെ പുന്നമടയിൽ ആ ജലമാമാങ്കത്തിൽ ഇനി ഈ 4 വള്ളങ്ങൾ മാത്രമാണ് കാര്യമായി എടുക്കേണ്ടത്. മറ്റു വള്ളങ്ങളെല്ലാം ഈ മത്സരത്തിൽ നിന്ന്, ചുണ്ടൻ വള്ളങ്ങളുടെ പോരാട്ടത്തിൽ നിന്ന് പുറത്തായിരിക്കുന്നു. അപ്പോൾ വീണ്ടും സുധീഷും അരുൺ കൊടുങ്ങൂരും ചേരുന്നുണ്ട്. ഈ ചെറുവള്ളങ്ങളുടെ മത്സരക്രമങ്ങൾ എങ്ങനെയാണ് സുധീഷ് ഗോപാൽ? പ്രജിത്ത്, അല്പസമയത്തിനുള്ളിൽ തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ ആരംഭിക്കും. അതിൽ ഏറ്റവും ആദ്യം ചെറുവള്ളങ്ങളുടെ മത്സരങ്ങൾ തെക്കനോടി കെട്ടുവള്ളത്തിൻ്റേതാണ്. അതിൽ 4 ഹീറ്റ്സിലായി 4 വള്ളങ്ങൾ, കമ്പനി, അതോടൊപ്പം തന്നെ പടിഞ്ഞാറെ പറമ്പൻ, ചെല്ലിക്കാടൻ, കാട്ടിൽ തെക്കത്, ഈ 4 വള്ളങ്ങളാണ് മത്സരിക്കുന്നത്. അതിനു മുമ്പ് ഞാൻ മറ്റൊരു കാര്യം കൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ചുണ്ടൻ വള്ളങ്ങളുടെ മത്സരങ്ങളിൽ ഈ 4 ചുണ്ടൻ വള്ളങ്ങൾ ഒഴികെ മറ്റുള്ളവ ഒന്നും തന്നെ പുറത്തായിട്ടില്ല. കാരണം ലൂസേഴ്സ് ഫൈനലിലെ മത്സരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ ഈ നെഹ്റു ട്രോഫിയിൽ ലഭിക്കുന്ന ആദ്യ 9 സ്ഥാനക്കാരാണ് CBLലേക്ക് യോഗ്യത നേടുക. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർന്ന് 12 മത്സരങ്ങൾ CBLൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് വിവിധ ഭാഗങ്ങളിലായി സംഘടിപ്പിക്കുന്നത്. അത് പൂർത്തിയാകുന്നത് പ്രസിഡൻസ് ട്രോഫി ജലമേള കൊല്ലത്ത് നടക്കുന്ന ആ ജലമേളയോടെയാണ്. അതുകൊണ്ട് തന്നെ ഈ നെഹ്റു ട്രോഫിയിൽ ആദ്യ 9 സ്ഥാനക്കാർക്ക് വലിയ പ്രസക്തിയുണ്ട്. അതുകൊണ്ട് തന്നെ ലൂസേഴ്സ് ഫൈനലിലും വാശിയേറിയ മത്സരങ്ങൾ തന്നെ നടക്കും. ഫൈനലിന് തുല്യമായ വാശിയോടെ തന്നെ ആദ്യ 9 സ്ഥാനത്തിന് വേണ്ടി ഈ 4 സ്ഥാനക്കാരൊഴിച്ച മറ്റ് 5 സ്ഥാനങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ പോരാട്ടം നടക്കും. അവിടെ ആ ഹീറ്റ്സിലെ വിജയികളെയാവും ഇപ്പോഴും നോക്കിയതുപോലെ സമയത്തിൻ്റെ അടിസ്ഥാനത്തിലാവും, അല്ല ഹീറ്റ്സിലെ വിജയികളുടെ അടിസ്ഥാനത്തിലാവും അതിൽ ആർക്കാണ് സ്ഥാനം എന്നത് തീരുമാനിക്കുക. ഓരോ ഹീറ്റ്സിലേക്കും യോഗ്യത നേടിയവരുടെ അവിടുത്തെ പ്രകടനം, അവിടുത്തെ സ്ഥാനം അത് പരിഗണിച്ചുകൊണ്ടാവും ആദ്യ 9 സ്ഥാനക്കാരെ തിരഞ്ഞെടുക്കുക. അതിനുവേണ്ടി കൂടിയുള്ള കാത്തിരിപ്പിലാണ് ഇപ്പോൾ ഓരോ ക്ലബ്ബുകളും ഓരോ കരക്കാരുമെല്ലാം. അവരുടെ കരയിൽ നിന്നുള്ള ചുണ്ടൻ, ഇല്ലെങ്കിൽ അവർക്ക് പ്രിയപ്പെട്ട ചുണ്ടൻ ബോട്ട് ക്ലബ്ബുകൾ അത് CBLലേക്ക് കടക്കണം എന്ന ആഗ്രഹത്തോടെ തന്നെ, പ്രാർത്ഥനയോടെയാണ് അവർ ലൂസേഴ്സ് ഫൈനലിനായും കാത്തിരിക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചെറുവള്ളങ്ങളുടെ മത്സരം ആരംഭിക്കുമ്പോൾ ആദ്യം തെക്കനോടി വള്ളത്തിൻ്റെയാണ് കെട്ടുവള്ളം. അതിനുശേഷം പിന്നീട് നടക്കുക തെക്കനോടി തറ ഇനത്തിൽപ്പെട്ട വള്ളങ്ങളാണ്. അതിൽ ഒരു വള്ളം മാത്രമേ മത്സരിക്കുന്നുള്ളൂ. അതിനുശേഷം ഇരുട്ടുകുത്തി C ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരം, പിന്നെ ഇരുട്ടുകുത്തി B ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരം. അത് കഴിഞ്ഞാൽ ചുരുളൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം, പിന്നീട് വെപ്പ് B ഗ്രേഡിൻ്റെ ക്യൂസ് മത്സരവും. അതിന് മത്സരങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇരുട്ടുകുത്തി A ഗ്രേഡിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കും. പിന്നീട് ചുണ്ടൻ വള്ളങ്ങളുടെ തേർഡ് ലൂസേഴ്സ് ഫൈനലിലേക്ക് കടക്കുകയാണ്. അങ്ങനെ 3 ലൂസേഴ്സ് ഫൈനലുകൾ പൂർത്തിയാക്കിയാൽ ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരത്തിലേക്ക് കടക്കും. അത് ഇപ്പോഴത്തെ ഒരു സമയക്രമം വെച്ച് നോക്കിയാൽ 5:30 അടുക്കാനാണ് സാധ്യത. ചുണ്ടൻ വള്ളങ്ങളുടെ ഫൈനൽ മത്സരം 5:30 പുന്നമടയിൽ അരങ്ങേറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അതിൽ മത്സരിക്കുന്നത് നടുഭാഗം ചുണ്ടനിൽ നടുഭാഗം ചുണ്ടനിൽ പുന്നമട ബോട്ട് ക്ലബ്ബും മേൽപ്പാടം ചുണ്ടനിൽ പള്ളാത്തുരുത്തിയും, അതോടൊപ്പം തന്നെ വിയപുരം ചുണ്ടനിൽ UBC FCയും, അരോമ ചുണ്ടനിൽ അരോമ ബോട്ട് ക്ലബ്ബുമാണ് ഫൈനലിൽ മത്സരിക്കുക. പ്രജിത്ത്, ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഈ പറയുന്ന രീതിയിൽ പുന്നമടയിലെ ഈ പോരാട്ടം കഴിയുമ്പോൾ കേരളത്തിൻ്റെ ജലോത്സവ മാമാങ്കങ്ങളുടെ ആവേശം അത് കുറയുന്നില്ല എന്നുള്ളതാണ് സുധീഷ് ഗോപാൽ പറയുന്നത്. അതൊരു തുടക്കം മാത്രമാണ്. പലയിടങ്ങളിലായി പിന്നീട് പലതരം പോരാട്ടങ്ങൾ, അവയ്ക്കൊടുവിൽ പ്രസിഡൻസ് ട്രോഫി, അങ്ങനെ കേരളത്തിൻ്റെ ഈ ജലമാമാങ്കം, ജലത്തിലെ അതിവേഗ പോരാട്ടം അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ അരുൺ കൊടുങ്ങൂർ കൂടി ചേരുന്നുണ്ട്. അരുൺ, ഈ ഘട്ടത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ ഏറ്റവും പ്രസക്തമായിട്ടുള്ളത് മുൻപ്
ഇന്നത്തെ ചാമ്പ്യന്മാരെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഈ ഹീറ്റ്സിലെ മത്സരങ്ങളുടെ പോരാട്ടത്തിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു. 6ാം ഹീറ്റ്സിലെ സമയം ഒരുപാട് വൈകിയത് പറഞ്ഞു. അപ്പോൾ ഈ ഹീറ്റ്സ് മത്സരങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ച വള്ളങ്ങളുടെ വിശദാംശങ്ങൾ ഒരു വട്ടം കൂടി. വെച്ചത് 1, 3, 4, 5 ഹീറ്റ്സ് മത്സരങ്ങളാണ്. ശക്തമായ പോരാട്ടം നടന്നത്. ചിലത് വേഗതയിൽ അല്പം പിന്നിലായി പോയെങ്കിൽ പോലും ഒന്നിനൊന്ന് മെച്ചമായ, അതായത് ഓരോ ചുണ്ടൻ വള്ളങ്ങളും ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തിയതാണ് 5ാം ഹീറ്റ്സിലടക്കം നടന്ന പോരാട്ടങ്ങൾ. അത് കാണികളെ സംബന്ധിച്ചിടത്തോളം വലിയ ആവേശം വിതയ്ക്കുന്നതാണ്. ആ ഹീറ്റ്സിൽ ആരാവും ഒന്നാമതെത്തുക എന്നുള്ള കാര്യത്തിലുള്ള ഒരു വലിയ ഒരു കാഴ്ചയുടെ ഒരു ഭംഗി, ആ ഇഞ്ചോടിഞ്ച് തുഴഞ്ഞ് ഒരേപോലെ തുഴയെറിഞ്ഞ് വരുമ്പോഴുള്ള ഒരു ഭംഗി, അത് ജലോത്സവ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം ഏറെ ആവേശം പകരുന്നതാണ്. നയനമനോഹരമായ കാഴ്ചയാണ്. അവർക്ക് പ്രിയപ്പെട്ട ചുണ്ടൻ ഒന്നാമതെത്തുമോ എന്ന ആ വലിയ അഭ്യുദയത്തോടുള്ള ആ കാഴ്ച, ഇതെല്ലാം ഓരോരുത്തർക്കും എടുത്തു പറയാവുന്ന ഒരു ഹൃദ്യമായ അനുഭവം തന്നെയാവും. ഇപ്പോൾ തെക്കനോടി കെട്ടുവള്ളത്തിൻ്റെ ഹീറ്റ്സ് മത്സരങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. അത് ഏതാണ്ട് പകുതി ഭാഗം പിന്നിടുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തെക്കനോടി കെട്ടുവള്ളത്തിൽ കമ്പനി 1ാം ഹീറ്റ്സിലൂടെ കമ്പനി ചൈതന്യ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. 2ാം ഹീറ്റ്സിൽ പടിഞ്ഞാറേപ്പറമ്പൻ ആണ് വരുന്നത്. പടിഞ്ഞാറേപ്പറമ്പനിൽ യങ് സ്റ്റാർ ബോട്ട് ക്ലബ്ബാണ് തുഴയുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇത് വനിതകളുടെ മത്സരമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. ഇതിൽ 3ാം ഹീറ്റ്സിൽ ചെല്ലിക്കാടൻ, അത് ജെനിന മെമ്മോറിയൽ ബോട്ട് ക്ലബ്ബ്, കാട്ടിൽ തെക്കതിലാണ് നന്മ സാംസ്കാരിക വേദി, ഇവിടെ കാട്ടിൽ തെക്കതിൽ, ഇങ്ങനെ 4 തെക്കനോടി കെട്ടുവള്ളങ്ങളാണ് വരുന്നത്. അതിൻ്റെ മത്സരമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പ്രജിത്ത്.